കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. അല്പമായ പ്രോബ്ലം ഉണ്ടായി തുടക്കത്തിൽ, എല്ലാവരും ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ലൈനിൻ്റെ പ്രോബ്ലമായിരുന്നു. തുടർന്നും ദൈവവചനത്തിൽ കൂടെ സംസാരിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചതായി ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിനെ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായ ഭാഗം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ഒരു വലിയ ഒരു ബലമാണ് നമുക്ക് ഉള്ളത്. ശക്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബലമായി നിൽക്കുവാൻ കഴിയുള്ളൂ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ശക്തിയില്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ദൈവികമായി നമ്മൾ സമ്പന്നരായി തീരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന അവസരങ്ങളാണ് ദൈവസന്നിധി. ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു വരുമ്പോൾ ബലമില്ലാതിരിക്കുന്നിടത്ത് ബലം പകരുന്ന, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം പകരുന്ന വലിയ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന, നമുക്ക് ബലത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ക്ഷീണിച്ചിരിക്കുന്നവരെ കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. കാരണം ക്ഷീണം സംഭവിക്കുമ്പോൾ പലവിധമായ ചിന്താഭാരങ്ങൾ, പലവിധമായ പ്രശ്നങ്ങൾ, മുമ്പോട്ട് പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ ക്ഷീണം സംഭവിക്കും. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അത് സംഭവിക്കാനിടയുണ്ട്. എത്ര വലിയ ഉന്നതനാണെങ്കിലും, എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും ആ ശക്തിയെ കുറയ്ക്കുന്ന ഒരു വലിയ ശക്തി, പൈശാചികമായ ശക്തികൾ നമ്മളെ ഭരിപ്പാനിടയാകും. എന്നാൽ അതിൽ ജയം കിട്ടുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ദൈവവചനത്തിൽ കൂടെയാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും സമാധാനവും നമുക്ക് ബലവും നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റി ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ കഴിയുന്നത്. ദൈവസന്നിധിയാണ് നമ്മുടെ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളാക്കി തീർക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലവിധമായ ചിന്താഭാരങ്ങൾ, പലതിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുക. എന്നാൽ ഒരു ഭക്തനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിന് വിടുതൽ കണ്ടുപിടിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ശക്തിയാക്കി തീർക്കുന്നത്. അവരിൽ കൂടെ മറ്റുള്ളവർക്ക് ശക്തി ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കപ്പെടുവാൻ ഒക്കെ ഇടയാക്കി തീരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ നാം ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ഭക്തന്മാരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ആ വചനത്തിൽ കൂടെ അനേകരെ നേടിയെടുക്കുവാൻ ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. പലപ്പോഴും നമ്മൾ പലതും കണ്ട് നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം സംഭവിക്കാം. നമ്മുടെ ബലം കുറഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്നത് അത് സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് നിരാശ വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് വചനത്തിൽ കൂടെ നാം വചനം പരീക്ഷിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നാം ചിന്തിച്ച് കഴിയുമ്പോൾ ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ദേശത്ത്, കുടുംബങ്ങളിൽ ഒക്കെ അത് വ്യാപരിക്കും. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരവരുളും. ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ചലിക്കപ്പെടും. ദൈവികമായി നാമെ കർത്താവ് ഉയർത്തും. ഇവിടെ നമ്മൾ കാണുന്നു, ബലം കുറഞ്ഞവർക്ക് ബലം നൽകുന്നു, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്നു. ആ ദൈവിക സാന്നിധ്യം നാം അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ കൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ പിന്നെ കാണുന്നത് ബലമില്ലാതെ ഇരിക്കുന്ന, ബലം വർദ്ധിപ്പിക്കും. നമ്മുടെ ബലം വർദ്ധിപ്പിക്കും. ബലത്തെ വർദ്ധിപ്പിക്കുന്നവൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് രാത്രിക്കാലം നാം ആയിരിക്കുന്നത്. ഏത് വിഷയത്തിന്മേൽ നമുക്ക് ബലം കുറഞ്ഞോ അതിന് ബലം തരുവാൻ കഴിവുള്ളവൻ്റെ പക്കൽ നാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലം നമ്മൾ മേൽ പകരും. ഇവിടെ കാണുന്നു, അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ബാല്യക്കാരെ സംബന്ധിച്ച് ബാല്യക്കാർ ക്ഷീണിക്കുന്ന അവസ്ഥ. ബാല്യത്തിൽ തുടങ്ങി യൗവനത്തിലേക്ക് നാം കടക്കുന്നു. അപ്പോൾ ഈ ബാല്യക്കാരിൽ
അവിടെ ബലം കുറയുകയാണ്, അവരെ ക്ഷീണിച്ചു പോകുന്നു, അവരെ ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു. അതെങ്ങനെയാണ് ഈ ബലം വർദ്ധിക്കുന്നത്? ബാല്യത്തിലായിരിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം പഠിക്കുകയും അവൻ പ്രാർത്ഥിക്കാൻ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ആ വചനം അവനിൽ ക്രിയ ചെയ്യാൻ പോകും. അപ്പോൾ അവരെ വർദ്ധിപ്പിക്കുന്ന, ബലം വർദ്ധിപ്പിക്കുന്ന, അവരെ ക്ഷീണം മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യം തരുന്നതാണ്, ഇരുവായുത്തിലുള്ള വാളാണ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അസ്ഥികളെയും അസ്ഥിസന്ധികളെയും ഹൃദയങ്ങളെയും തുളച്ചു ചെല്ലുന്നവരെ പാഞ്ഞു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ആ വചനത്തിൽ കൂടെ നാം ശക്തിയുള്ളവരായി, ബലമുള്ളവരായി തീരുവാൻ ഇടയായിത്തീരും. നമുക്ക് ബലം തരുന്നത് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. വചനം നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബലം ക്ഷയിക്കും. പിശാചാവൻ പല തന്ത്രങ്ങൾ മെനയും. നാം വചനം വായിക്കാതിരിക്കുവാൻ, വചനം പഠിക്കാതിരിക്കുവാൻ, പ്രാർത്ഥിക്കാതിരിക്കുവാൻ പിശാചിൻ്റെ തന്ത്രങ്ങൾ പലതാണ്. ഈ ബാല്യക്കാർ തളർന്നു പോകും എന്നിവിടെ നേരത്തെ തന്നെ പ്രവാചകൻ എഴുതി ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ യൗവനത്തിലേക്ക് വരും, ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്ക് വരും. യൗവനത്തിലേക്ക് വരുമ്പോൾ അവനൊരു എക്സ്പീരിയൻസോട് കൂടിയാണ് യൗവനത്തിലേക്ക് വരുന്നത്. ചെറുതായിരിക്കുമ്പോൾ അവന് ആ വചനം പഠിച്ചത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് യൗവനക്കാർക്ക് ബലം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നാം പഠിക്കുമ്പോൾ യൗവനക്കാരില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു രാജ്യത്തിലാണെങ്കിലും യൗവനക്കാരാണ് അതിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യൗവനകാലത്ത് നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും നാം പ്രവർത്തിച്ചാൽ നമ്മുടെ വാർദ്ധക്യം വരെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ആ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. ഇന്ന് പലരും പല രീതിയിലും യൗവനക്കാർ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവപദരായി തീർന്നു കഴിയുമ്പോൾ അവൻ വചനം പഠിക്കുവാൻ ഇടയായിത്തീരും. ആ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ നമ്മൾ ശക്തി പുതുക്കുന്നവരായി തീരാൻ പോവുകയാണ്. ആ ശക്തി നമ്മുടെ മേൽ വ്യാപിച്ച് കഴിയുമ്പോൾ നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, യൗവനക്കാർ ഇവിടെ കാണുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. 105-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൗവനത്തിലായിരിക്കുമ്പോൾ നാം വചനം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി തീരുകയാണ്. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അല്ലാത്തവരാണ് പല കാര്യങ്ങളും പറഞ്ഞ് വ്യാകുലപ്പെട്ട് അവരുടെ ചിന്താഗതികൾ മാറി യൗവനത്തിൽ അവർ പലതിലേക്കും തിരിയുന്നത്. യൗവനക്കാരെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുവാൻ കഴിയുമെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ആ വചനത്തിൽ അടി ഉറച്ചു നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നത്തിനും ഒരു യൗവനക്കാരിൽ കൂടെ ആ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു വലിയ പ്രവൃത്തി കാണാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനും പിതാവിനും നല്ല യൗവനത്തിലുള്ള ഒരു പൈതലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരും. അവൻ പ്രാർത്ഥിക്കുന്നവരായിത്തീരും. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് ഈ വചനത്തിൽ കൂടെ പഠിപ്പാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു, യൗവനക്കാരും ഇടറി വീഴും. യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. നമ്മുടെ ശക്തി പുതുകി വരുന്നത് യഹോവയെ കാത്തിരിക്കുമ്പോഴാണ്. ദൈവം അവരെ ശക്തീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദേശത്തിലാണെങ്കിലും യൗവനക്കാരില്ലാതെ നമുക്ക് മുൻപോട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല. ഏതൊരു കാര്യത്തിനാണെങ്കിലും യൗവനക്കാരുടെ അവരുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. ദേശത്തിന് ആവശ്യമാണ്, കുടുംബത്തിന് ആവശ്യമാണ്, സഭയ്ക്ക് ആവശ്യമാണ്, ദൈവനാമത്തിന് അത് ആവശ്യമാണ്. കർത്താവ് തിരഞ്ഞെടുത്തൊക്കെ അങ്ങനെ യൗവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്.
പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ യൗവനക്കാര് ചിറകടിച്ച് കയറുന്ന ഒരു അവസ്ഥ. യൗവനക്കാർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇവിടെ ഉപമയായിട്ട് പറയുകയാണ്, യൗവനത്തിലുള്ളവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ക്ഷീണിച്ചിരിക്കുന്നവർ അവന് പുതുക്കം പ്രാപിച്ചു കഴിയുമ്പോൾ, ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഏത് വിഷയത്തിന്മേൽ ക്ഷീണിച്ചിരിക്കുന്നോ, തളർന്നിരിക്കുന്നോ, ഒരു കഴുകൻ ചെയ്യുന്നത് പോലെ നാമും അത് ചെയ്യുമ്പോൾ അത് ചിറകടിച്ചുയരുന്നത് പോലെ ഉയർന്നു വരും. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലതുകൊണ്ട് നിങ്ങൾ തളർന്നിരിക്കാം, പലതും സാധിക്കാതിരിക്കാം. എന്നാൽ ആ യൗവനക്കാരൻ ചെയ്യുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു കഴുകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. കഴുകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. ദൈവിക വചന സംബന്ധമായിട്ട് കഴുകനെ ഉപമിച്ചിരിക്കുകയാണ്. മനുഷ്യനെ അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. മനുഷ്യ ആയുസ് പോലെ കഴുകനും ആയുസ്സുണ്ട്. ആ കഴുകൻ എത്ര മുറ്റി പറന്നാലും, ഉയരത്തിൽ പറന്നാലും ഒരു ക്ഷീണം സംഭവിക്കും. യൗവനത്തിൽ നല്ലതുപോലെ പറന്നതാണ്. നല്ലതുപോലെ ആ കഴുകനെ, അതിൻ്റെ കൂട്ടാളിയെ, അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതാണ്. എന്നാൽ ഈ യൗവനം വിട്ട് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഈ കഴുകൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു. ഈ കഴുകൻ എന്താണ് ചെയ്യുന്നത്? വളരെ ഉയരത്തിൽ പോയിരിക്കുക. അവനെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ, പറക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ഉയരത്തിൽ കയറിയിരുന്ന് വിശ്രമിക്കും. അവിടെ ഇരുന്നു കൊണ്ട് ഏത് വലിയ പർവ്വതങ്ങളിലാണെങ്കിലും, പാറയുടെ പുറത്താണെങ്കിലും, വലിയ വൃക്ഷത്തിൻ്റെ മുകളിലാണെങ്കിലും ഇരുന്നു കൊണ്ട് അത് അനങ്ങാതെ അവിടെ ഇരുന്ന് അതിൻ്റെ ഈ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് ദൂരെ കളയും. തൂവലുകളെല്ലാം പോയതിനു ശേഷം ഒരു മാംസപിണ്ഡം പോലെ ഈ കഴുകനായിത്തീരും. ഈ കഴുകൻ അവിടെ ഇരുന്ന് എന്താ, അതിന് തൂവലുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. ചെറിയ തൂവലുകൾ മുളച്ചു വരുവാൻ കഴിയും. ആ തൂവലുകൾ അതിൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോൾ പഴയതുപോലെ ഈ കഴുകൻ ഇളയ കഴുകനായി മാറുന്നു. ഒരു ചെറിയ കഴുകൻ്റെ അവസ്ഥയിലേക്ക് വരുന്നു. അവനെ പഴയ ആ കാലങ്ങളിൽ ചെയ്ത ആ ശക്തി അവനിലേക്ക് വീണ്ടെടുക്കപ്പെടുന്നു. ആ കഴുകൻ പിന്നെ ഉയരത്തിൽ നിന്നും താഴേക്ക് പറക്കും, താഴെ നിന്നും മുകളിലേക്ക് പറക്കും. കഴുകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഉയരത്തിൽ പറക്കും. എന്നാൽ അതിൻ്റെ ഇരയെ കണ്ടുപിടിക്കുവാൻ അത് വളരെ ഉയരത്തിൽ നിന്ന് ഈ ചെറിയ ഇരയെ കാണുവാനുള്ള കാഴ്ചശക്തിയുണ്ട്. കഴുകൻ്റെ കണ്ണുകൾക്ക് അത്ര കാഴ്ചശക്തി ഉള്ളതാണ്. താഴെ നടക്കുന്ന, ഇരിക്കുന്ന ഏത് ഇരയെയും കണ്ടുപിടിക്കുവാനുള്ള കാഴ്ചശക്തി ആ കഴുകനുണ്ട്. പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് അതിനെ കൊത്തിയെടുക്കുക. അതിൻ്റെ ചുണ്ടുകൾക്ക് നല്ല ബലമുണ്ട്, അതിൻ്റെ കാലുകൾക്ക് നല്ല ബലമുണ്ട്. അതിൻ്റെ ചുണ്ടിൽ ഏതെങ്കിലും ഒരു വസ്തു പിടിക്കപ്പെട്ടാൽ അതിനെ മുറിക്കും, അതിനെ കൊത്തിയെടുക്കും. അതിൻ്റെ കാലുകൾ കൊണ്ട് അതിനെ അമർത്തിപ്പിടിച്ച് അതിനെ വശത്താക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടെയുള്ള കൂട്ടാളിക്കും അത് കൊണ്ടുപോയി കൊടുക്കും. അതിൻ്റെ ചുണ്ടുകൾക്ക് നല്ല ബലമുണ്ട്, കാലുകൾക്ക് നല്ല ബലമുണ്ട്, അതിന് ശക്തിയുണ്ട്. ആ കഴുകൻ്റെ അവസ്ഥയാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിനെ കുറിച്ച് വചനത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് രാത്രികാലം നമ്മൾ അതുപോലെ ഒരു പുതുക്കം പ്രാപിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഓടിയിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും നേടുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് വിരോധമായി സംസാരിക്കുന്ന, വിരോധമായി പ്രവർത്തിക്കുന്ന, ദൈവനാമത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന വലിയ ശക്തികളുണ്ട്. ആ ശക്തികളെ ജയിക്കണമെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരണം. ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ കഴുകൻ്റെ ജീവിതത്തിലുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവായി ചേരും. ദൈവകരങ്ങളിലാണ് നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മുഖാന്തരവും
ദൈവിക വചനം മുഖാന്തരവും നമ്മളെ കർത്താവ് നയിക്കപ്പെടും. ഇതുവരെയും ഓടിയിട്ട് ഒന്നും അധ്വാനിക്കുവാൻ കഴിഞ്ഞില്ല, ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. പലതും തളർന്നു കിടക്കുകയാണ്, പലതും ശൂന്യമായി പോയി. ഞാൻ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രിക്കാൽ ഞാൻ ഏൽപ്പിക്കുക, ആ കഴുകനെ പോലെ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. എൻ്റെ ഓട്ടം വെറുതെ ഓടുവാനായിട്ടല്ല, ആ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവദാസീദാസന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആഹാരമായിട്ടുള്ളത്. അത് വിട്ട് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ കഴിയയില്ല. ഇന്ന് രാത്രിക്കാലം അവൻ പുതുവഴികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അത് തുറന്ന് കാണുവാൻ, അത് കാണുവാനുള്ള കാഴ്ചപ്പാട്, അത് നമുക്ക് ഏറ്റെടുക്കുവാനുള്ള കാഴ്ചപ്പാട്, നമ്മുടെ ഏറ്റുപറച്ചൽ ദൈവത്തിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കും. 2025 നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, 2025 നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കുവാൻ പോകുകയാണ്. നമ്മുടെ രാജ്യത്ത് ദൈവനാമം ഉയരുവാൻ ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടുള്ള ആരും നിരാശരായി പോകാൻ ഒരിക്കലും ഇടയാക്കിയിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇവിടെ നമുക്ക് പല കാര്യങ്ങളും കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. ഇപ്പോൾ തളർന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ഓട്ടത്തിൽ നാം ഓടുന്നവരാ. പലതും കണ്ട് നാം ഓടുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓട്ടത്തെ, നമ്മുടെ വിരുദിനെ തെറ്റിക്കുന്ന പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം തളർന്നു പോകാതിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ആ ദൈവിക കരമാണ് ഇന്ന് രാത്രികാലം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് യിരെമ്യാ പ്രവചനത്തിൻ്റെ 12-5 വാക്യത്തിൽ കാണുന്നു, കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? കാലാളുകളോടുകൂടെ ഓടുവാൻ, കുതിരകളോട് ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ പിന്മാറാതെ നിൽപ്പാൻ ഇടയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു. ആ ദൈവ കരങ്ങളിൽ ഓട്ടത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ കാലുകൾക്ക് ബലം തരുന്ന ആ ഓട്ടക്കളത്തിൽ നാം വീണുപോകാതെ ഓടുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നവൻ ആ ഓട്ടത്തിൽ ഓടി ശീലം പ്രാപിക്കുന്നവരാ. അവനൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഓട്ടത്തിൽ. വെറുതെ നമുക്ക് കയറി ഒരു ഓട്ടക്കളത്തിൽ ഓടുവാൻ കഴിയില്ല. അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒരുക്കത്തോടെയാണ് ഓടുന്നത്. ലോകപരമായി ഓടുമ്പോൾ പല നിയമങ്ങളും പാലിച്ച് അവൻ്റെ ആഹാരത്തിലും അവൻ്റെ ശരീരത്തിലും വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ് ഓടുന്നത്. അല്ലാതെ ഓടിയാൽ നമുക്ക് ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, എന്നാൽ ബിരുദ പ്രാപിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. നാം ഓടുന്നത് ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളം വിട്ട് നമുക്ക് ഓടുവാൻ കഴിയുകയില്ല. അത് പ്രത്യേക ഒരു സ്ഥലം ഒരുക്കിയിട്ടാണ് ഓട്ടക്കാരെല്ലാം ഓടുന്നത്. വലിയ ഗ്രൗണ്ടിൽ ട്രാക്കുകൾ വരച്ച് ആ ഓടുവാൻ അഭ്യാസം പ്രാപിച്ചവരെ നിരത്തി ഓടിക്കുക. ഓടി അവർക്ക് ബിരുദ പ്രാപിപ്പാൻ കഴിയുന്നു. ഓട്ടക്കളത്തിൽ ആദ്യം ഓടി എത്തുന്നവനാണ് ബിരുദ കൊടുക്കുന്നത്. എന്നാൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്കെല്ലാം ബിരുദ കൊടുപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കർത്താവിന് വേണ്ടി നാം ഓടിയാൽ നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് നാം ബിരുദ പ്രാപിക്കുന്നവരാ. ആ കരങ്ങളിലാണ് നാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓട്ടക്കളത്തിൽ ക്ഷീണിച്ചു പോകാൻ കഴിയില്ല. കാരണം കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഓടുവാനുള്ള ബലം, അതിനാവശ്യമായതൊക്കെ തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഓട്ടക്കളത്തിൽ ഓടുവാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കും. നിന്റെ ഓട്ടത്തിൽ ഇന്ന് രാത്രികാലം നീ ക്ഷീണിച്ചു പോയെങ്കിൽ, തളർന്നു പോയെങ്കിൽ കർത്താവിനോട് പറയുമോ, കർത്താവെ, ഞാൻ ഓട്ടക്കളത്തിൽ ക്ഷീണിച്ചു പോയി, എൻ്റെ ഓട്ടക്കളത്തിൽ എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവമാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് സഹായിക്കും.
കർത്താവ് അങ്ങനെ തന്നെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ജീവനിലേക്ക് നമ്മളെ നടത്തുന്ന, ആ വഴിയിലേക്ക് നടത്തപ്പെടുന്ന കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ഒരു വലിയ വാഗ്ദത്തം നമുക്ക് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ ആ വചനം ഓർത്ത് പ്രാർത്ഥിക്കും, ആ വചനം ഏറ്റെടുക്കും. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങളെ കർത്താവ് ഉണ്ടാക്കി തരുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും കാണുന്നത് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയർ അതിൻ്റെ ഈ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. അവിടെ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മൂലം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പം പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിയ ഒരാളായിരുന്നു പൗലോസ്. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടി അധ്വാനിച്ച് ദൈവസഭയ്ക്ക് കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തയാളാണ്. ആ കർത്താവിൻ്റെ ജീവിതത്തിൽ, ആ പൗലോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ ചെന്ന വ്യത്യാസങ്ങളൊക്കെ പൗലോസ് ഓർത്തുകൊണ്ട് പറയാ, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ഞാൻ ക്ഷീണിച്ചു പോയാലും തളർന്നു പോയാലും എനിക്കെതിരെ വന്നാലും എന്നെ ഉപദ്രവിച്ചാലും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കാരണം പൗലോസിനെ കർത്താവ് തെരഞ്ഞെടുത്തത്. ഒരു കാലം അവൻ്റെ യൗവനകാലത്ത് ഈ മാർഗക്കാരെ ഇല്ലാതെയാക്കുവാൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ഓടിപ്പോകുന്ന വഴിയിലാണ് കർത്താവ് പൗലോസിനെ തൊട്ടത്. അവൻ താഴെ വീണു. കർത്താവ് തൊട്ട് കഴിഞ്ഞ്, അവൻ സ്പർശിച്ചു കഴിഞ്ഞ് ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം സംഭവിച്ചു. അവൻ താഴെ വീണു. എത്ര ബലവാനാണെങ്കിലും കർത്താവിനെ കൂടാതെ നീ ബലം പ്രയോഗിച്ചാൽ നീ താഴെ വീഴും. നിന്റെ പണം കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ നിനക്കൊന്നും നേടുവാൻ കഴിയില്ല. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ പൗലോസ് പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി ധീര പോരാളിയായി തീരുവാനിടയായി. ദൈവത്തിൻ്റെ നാമത്തിൽ നിൽപ്പാനിടയായി തീർന്നു. ആ പൗലോസ് യഹൂദന്മാരെ മിണ്ടാതെയാക്കി. അവൻ യഹൂദനായിരിക്കെ യഹൂദന്മാരെ മിണ്ടാതെയാക്കി. ദൈവിക പ്രവൃത്തിയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ കൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പൗലോസ് പല ലേഖനങ്ങളും എഴുതി, സഭയെ ഉണ്ടാക്കി, ദൈവദാസന്മാരെ സൃഷ്ടിച്ചു. ഓരോ സ്ഥലങ്ങളിലും ദൈവദാസന്മാരെ ഒരുക്കി സഭകൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചില്ല എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇടയായി തീരുവാൻ ഒരു ആമേൻ പറയുമോ? നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസങ്ങൾ വരുത്തി. പല രീതിയിലും നാം ക്ഷീണിച്ചു പോയിട്ടുണ്ട്. രോഗം വന്നപ്പോൾ നാം ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നാം തളർന്നു പോയിട്ടുണ്ട്. നമ്മെ നോക്കുവാൻ ആരും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ചികിത്സിപ്പാൻ കഴിയാതെ വന്ന സമയമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ബലം പകരുവാൻ, നമുക്ക് ശക്തി തരുവാൻ കഴിവുള്ളവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ കർത്താവിലാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ ആ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കി ഇറങ്ങിയത്. ആ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നാം ലജ്ജിക്കാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്ന് രാത്രികാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറപ്പാൻ ശക്തനാണ്. അവൻ വലിയവനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പലരും ഇത് മനസ്സിലാക്കാതിരിക്കുന്നു. ഇത് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരട്ടെ. ഏത് വിഷയത്തിലും തളർന്നിരിക്കുന്നു, ഏത് വിഷയത്തിലും ക്ഷീണിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ അവൻ കഴിവുള്ളവനാ. നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ളവനാ. ആ കരം നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുവാനിടയായി തീരും. ഇവിടെ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ ബാല്യക്കാരായിരുന്ന, യൗവനക്കാരായിരുന്ന പലരുടെയും കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നത്. ദാനിയേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാനിയേൽ ആ രാജ്യത്ത്
അടിമയായി പിടിക്കപ്പെട്ടു വന്നുവെങ്കിലും അവിടെയുള്ള രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തത് കൊണ്ട് ആ ദാനിയേലിന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദാനിയേൽ എന്നും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി. ദാനിയേല് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ ദാനിയേലിനെ രാജകൽപ്പനയ്ക്ക് വിരോധമായി അവർ കുറ്റം ചുമത്തി. ബിംബത്തെ ആരാധിക്കുക, രാജാവിനെ നമസ്കരിക്കുക. അവൻ ഒരു യഹൂദ ബാലനായിരുന്നു, എബ്രായ ബാലനായിരുന്നു. അവനിതൊന്നും ഒരു പ്രശ്നമല്ല. അവനെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ദിവസവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ബിംബങ്ങളെ ആരാധിക്കുന്നില്ല, രാജാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അവൻ്റെ നേരെ എതിർപ്പുണ്ടായി. അവനെ തള്ളിക്കളയുവാൻ, അവനെ ആ രാജ്യത്തു നിന്ന് മാറ്റുവാൻ, അവനെ കൊന്നുകളയുവാൻ പല പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ദാനിയേല് അതിലൊന്നും ഭയപ്പെട്ടില്ല. രാജകൽപ്പന ഇറങ്ങി ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട് കളയാം. സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിനെ കൊണ്ടയിടുകയാണ്. എന്നാൽ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ട ആ ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടു. ദാനിയേലിനെ സിംഹം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം സിംഹത്തിൻ്റെ വായ അടച്ചവനാണ് നമ്മുടെ കർത്താവ്. സിംഹത്തിനെ സൃഷ്ടിച്ചവനാണ്. എൻ്റെ ദാസനായ ദാനിയേലിനെ നിനക്ക് തൊടുവാൻ അധികാരമില്ല. ദാനിയേല് സിംഹങ്ങളുടെ ഗുഹയിൽ വീഴപ്പെട്ടു. സിംഹങ്ങൾക്ക് ഈ ദാനിയേലിനെ കൊല്ലുവാൻ അല്പസമയം മതി. എന്നാൽ കൽപ്പന അവിടെ ഇറക്കി. സിംഹത്തോട് കൽപ്പിച്ചു. സിംഹത്തോട് കൽപ്പിക്കുകയാണ്, എൻ്റെ ദാസനായ ദാനിയേലിനെ നീ തുടരുത്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. സിംഹത്തിൻ്റെ വായ അടച്ചു. ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രവും അവരെ തീയുടെ ചൂളയിലിട്ടു. കൈകാലുകൾ ബന്ധിച്ച് തീച്ചൂളയിലിട്ടു. എന്നാൽ ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രവും തീയുടെ ജ്വാലയിൽ വീണപ്പോൾ അവർക്കെതിരായിട്ട് 7 ഇരട്ടി തീയുടെ ചൂട് പെരുകി. തീയുടെ ശക്തി കൂട്ടി. അവർ രാജാവും മറ്റുള്ളവരും നോക്കിയിരിക്കെ ചന്ദ്രക്കും മേശക്കും അഭേദ്രകവും തീയിൽ സ്വാതന്ത്ര്യമായി അവർ തുള്ളിച്ചാടുകയാണ്. 4-മനായ ഒരുവൻ അവിടെ ഇറങ്ങി വന്നു. നമ്മുടെ തീച്ചൂളയുടെ നടുവിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. തീ അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പഴയ ദൈവത്തിൽ നമുക്ക് കാണാൻ ഒന്നും കഴിയുന്നു. ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം പലതുകൊണ്ട് നിരാശപ്പെടുമ്പോൾ, പലതുകൊണ്ട് ക്ഷീണിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ 4-മനായി ഇറങ്ങി വരുന്നവനുണ്ട്. സിംഹങ്ങളുടെ വായ അടയ്ക്കുന്നവനാ. എതിരെ നിൽക്കുന്ന ശക്തികളെ മാറ്റുന്നവനാ. പിശാചിനോട് ജയിക്കാനുള്ള തന്ത്രം നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ശക്തി പ്രാപിക്കും. ആ കരങ്ങൾ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? രോഗാവസ്ഥയിൽ നമ്മളെ വിടുവിപ്പാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിപ്പാൻ ഇടയായി തീരട്ടെ. ഇനി അല്പസമയം ഇതിനെക്കുറിച്ച് ചിന്തിപ്പാനുള്ള സമയമുണ്ട്. എങ്കിലും ഞാൻ അധികം മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് രാത്രിക്കാലം കേൾപ്പെട്ട വചനം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബാല്യത്തിൽ തൊട്ട് യൗവനം തൊട്ട് വാർദ്ധക്യം വരെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിലാണ് നാം ആശ്രയിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ബലമാണ്. അവൻ നമ്മുടെ സർവ്വതുമാണ്. ആ കർത്താവിനെ ആരാധിപ്പാൻ, പിന്തുടരുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കർത്താവെ, ശക്തി പുതുക്കി ഇന്ന് രാത്രികാലം ഈ 2025 ദൈവിക പ്രവർത്തി കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഏൽപ്പിക്കുകയാണ്. വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഇടയാക്കണം.
ഹല്ലേലൂയ. ഒരു കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആ കഴുകൻ്റെ ജീവിതത്തിൽ പറന്നുയരുവാൻ കഴിയാതെ ക്ഷീണിച്ചിരുന്നപ്പോൾ ഒരു പുതുബലം പാർന്നതുപോലെ, പുതിയ തൂവലുകൾ മുളപ്പിച്ചതുപോലെ, ഉയരത്തിൽ പറന്ന് താഴേക്ക് പറക്കുവാൻ ഉള്ള ശക്തി കൊടുത്തതുപോലെ ഞങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ആരെങ്കിലും രോഗികളോ ദുഃഖിതരോ ആയിരിക്കുന്നെങ്കിൽ കർത്താവേ, നിന്റെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണം. ദൈവസാന്നിധ്യം നിറയുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അൽഫ ഗോസ്ബൽ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവദാസന്മാർ ദൈവവചന ഘോഷണമായി കർത്താവ് ഈ മിനിസ്ട്രിയിൽ മുന്നേറുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. 2025 ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടട്ടെ. കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവ്. അമേൻ, അമേൻ, അമേൻ. ഇത്രത്തോളം സമയം ദൈവവചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനായി ജീവിതം നന്ദിയിരിക്കുന്നു. അമേൻ, ഹല്ലേലൂയ.